SSD പ്രൈസ് ഒക്കെ കണ്ടോ? ലാപ്ടോപ്പിന് വില കൂടി, ഫോണിന് വില കൂടി, എല്ലാത്തിനും വില കൂടി. സ്റ്റോറേജ് ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ, എസ്പെഷ്യലി ഐഫോൺ യൂസേഴ്സ്, നിങ്ങൾക്കുള്ളൊരു സൊല്യൂഷനും കൊണ്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇത് എന്റെ വീട്ടിലെ പഴയ ഹാർഡ് ഡിസ്ക് ആണ്, പഴയ കമ്പ്യൂട്ടറിലെ. ഈ ഹാർഡ് ഡിസ്ക് ഞാൻ പെരപ്പുറത്ത് പോയി അവിടുന്ന് പൊക്കി. ആമസോണിൽ ഹാർഡ് ഡിസ്ക് എൻക്ലോഷർ എന്ന് പറഞ്ഞ ഈ ഒരു സാധനം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു 2 പെട്ടിയും ഒരു വയറും കിട്ടും. കണ്ടോ, ടൈപ്പ് സി. ഹാർഡ് ഡിസ്ക് എടുക്കുക, ഈ എൻക്ലോഷറിന്റെ പോർട്ടില് കറക്റ്റ് ആയിട്ട് മെല്ലെ സാവധാനം സ്ലൈഡ് ചെയ്ത് ജസ്റ്റ് അകത്തോട്ട് കയറ്റുക. നോക്ക്, ഇതിങ്ങനെ എടുക്കുക, ഇങ്ങനെ സ്ലൈഡ് ചെയ്യുക, അടയ്ക്കുക. എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് റെഡി. ആകെ എനിക്ക് വന്നേക്കുന്ന ചെലവ് 350 രൂപ ഈ എൻക്ലോഷറിന്റെ വില. ഇതിന്റെ കൂടെ നമുക്ക് ഈ ഒരു കേബിൾ കിട്ടും. ഇത് നമ്മൾ ടൈപ്പ് സി ആയിട്ട് ഇവിടെ കുത്തുക. ഇതിന്റെ അറ്റത്ത് നമുക്ക് USB അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ ഐഫോണിൽ കുത്താൻ വേണ്ടി ടൈപ്പ് സിയോ കിട്ടും. വെച്ചാൽ കുത്തുക, കോപ്പി ചെയ്യുക. എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് 1 TB. ഇത് എന്റെ പഴയ ലാപ്ടോപ്പ്, പണ്ടത്തെ 2012 ലാപ്ടോപ്പിന്റെ ഹാർഡ് ഡിസ്ക് കണ്ട. ഇങ്ങനെ ഇപ്പൊ 2 TB ഞാൻ ഉണ്ടാക്കി. 2 TB നേരെ മറിച്ച് 2 TB ഞാൻ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് മേടിക്കണമെങ്കിൽ കുറഞ്ഞ ഒരു 12,000 രൂപ പൊട്ടും. ആ സമയത്ത് വെറും 490 രൂപയ്ക്കാണ് 2 ഹാർഡ് ഡിസ്ക് ഞാൻ സെറ്റ് ചെയ്തത്. നല്ല എൻക്ലോഷറിന്റെ ലിങ്ക് വേണമെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ചാനലോ അല്ലെങ്കിൽ പ്രൊഡക്ട്സിലോ ഞാൻ ടാഗ് ചെയ്തേക്കാം.